വെൽക്കം ടു എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ ആദ്യമായി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ്, തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക. ഡിയർ സ്റ്റുഡൻസ്, ബികം 6th സെമസ്റ്റർ ഇൻകം ടാക്സ് വിത്ത് GST എന്ന സബ്ജക്റ്റിലെ 8 മാർക്സിൻ്റെ തിയറി പോർഷൻസാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രീവിയസ് ഇയറിൽ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന 8 മാർക്കിൻ്റെ എസ്സേ ടോപ്പിക്കാണ്. ഫസ്റ്റ്, assignment. What is mean by assignment? Different types of assignment. First of all, assignment. It means computation of total income and determinations of payable. എന്താണ് അസൈൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തി ടോട്ടൽ ഇൻകവും അയാൾ എത്ര ടാക്സ് അടയ്ക്കണമെന്ന് കണ്ടെത്തുന്നതിന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിനെയാണ് ഇത് പറയുന്നത് അസസ്മെൻ്റ് എന്ന് പറയുക. നെക്സ്റ്റ്, ടൈപ്സ് ഓഫ് അസസ്മെൻറ്റ്. First of all, self-assessment. The assessee himself will compute total income, tax liability and submitting after paying the tax is known as self-assessment. ഒരാൾ സ്വന്തമായി തൻ്റെ ടോട്ടൽ ഇൻകം ഫൈൻഡ് ഔട്ട് ചെയ്യും, ടാക്സ് ലയബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യും, ടാക്സ് അടച്ചതിന് ശേഷം റിട്ടേൺ ഫയൽ ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നതിനെയാണ് ഇത് പറയുന്നത് സെൽഫ് അസസ്മെൻ്റ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. നെക്സ്റ്റ്, സ്ക്രൂട്ടിനി അസസ്മെൻറ്റ്. If the assessing officer considers it necessary to verify the correctness of the return filed by the assessee, he shall serve on the assessee a notice. എന്താണ് സ്ക്രൂട്ടനിങ് ഓഫ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, അസസിങ് ഓഫീസർക്ക് ഒരാൾ ചെയ്ത അസസ്മെൻറ്റ് റിട്ടേണിന് മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അതിന് നോട്ടീസ് അയക്കുന്നു. ഇതിനെയാണ് ഇത് പറയുന്നത് സ്ക്രൂട്ടനി ഓഫ് അസസ്മെൻ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക. അത് കറക്റ്റ്നെസ് ചെയ്യാൻ വേണ്ടി, ഫയൽ റിട്ടേൺ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, അസസിങ് ഓഫീസറാണത് അതിനുള്ള അസസിക്ക് നോട്ടീസ് അയക്കുന്നത്. അങ്ങനെ നോട്ടീസ് അയച്ചേക്കുന്നതിനാണ് സ്ക്രൂട്ടനി ഓഫ് അസസ്മെൻ്റ് എന്ന് പറയുക. നെക്സ്റ്റ്, ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻറ്റ്. ഇൻ ദി കേസ് ഓഫ് ഫെയിലിയർ ടു മേക്ക് എ റിട്ടേൺ ബൈ ദി അസസി, the assessing officer may assess to the best of his judgment after taking into account all relevant matter which he has gathered. ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻ്റ് എന്ന് റിട്ടേൺ ഫയൽ ചെയ്യാൻ ഫെയിലിയർ ആയാൽ അസസിങ് ഓഫീസർ സ്വയം അസസ്മെൻറ്റ് ചെയ്യുന്നതിനെയാണ് ഇത് പറയുന്നത് ബെസ്റ്റ് ജഡ്ജ്മെൻറ്റ് അസസ്മെൻ്റ് എന്ന് പറയുക. Fourth type, reassessment or income escaping assessment. An assessee is said to have escaped when it has not been charged to tax in the original assessment year. Reassessment can be reopened only for the benefit of revenue. Reassessment അല്ലെങ്കിൽ ഇൻകം എസ്കേപ്പിംഗ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ചില വ്യക്തികൾ ചില ഇയറിലെ ഇൻകം കാണിക്കുകയില്ല. അങ്ങനെ ഒറിജിനൽ അസസ്മെൻറ്റിൽ ഇൻകം കാണിക്കാത്തതുകൊണ്ട് വീണ്ടും എന്ത് ചെയ്യുന്നു, റീഅസസ് ചെയ്യുന്നു. അതിനെയാണിത് റീഅസസ്മെൻ്റ് അല്ലെങ്കിൽ ഇൻകം എസ്കേപ്പിംഗ് അസസ്മെൻ്റ് എന്ന് പറയുക. ഫിഫ്ത്ത് പോയിന്റ്, പ്രീകോഷണറി ഓർ പ്രൊട്ടക്റ്റീവ് അസസ്മെൻറ്റ്. ഇൻ സർട്ടൻ കേസസ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ് ആസിറ്റ് ഹോം ഇൻകം റിസീവ്ഡ്. ദ അസസിംഗ് ഓഫീസർ ക്യാൻ commence proceeding to determine the question as who is responsible to pay tax. Such assessment is called precautionary assessment or protective assessment. പ്രിക്കോഷണറി അസസ്മെൻറ്റിന് ഒരു വീട്ടിൽ കുറേ ഇൻകം വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ്, വൈഫ്, ചിൽഡ്രൻസ്, ഇങ്ങനെ ഓരോ വ്യക്തികൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യസ്ത രീതിയിൽ ഒരു വീട്ടിൽ തന്നെ കുറേ ഇൻകമാണ് കിട്ടുന്നത് എങ്കിൽ അങ്ങനെ ഇൻകം എത്രയുണ്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഒത്തിരിയേറെ ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യുന്ന അസസിങ് ഓഫീസർ ആർക്കാണ് ടാക്സ് അടയ്ക്കാൻ റെസ്പോൺസിബിളായ വ്യക്തി, ആ വ്യക്തിയെ അറിയിക്കുന്നതിനാണ് എന്ത് പറയുന്നത് പ്രിക്കോഷണറി ഓർ പ്രൊട്ടക്റ്റീവ് അസസ്മെൻ്റ് എന്ന് പറയുക. നെക്സ്റ്റ് എസ് ടൈപ്പാണ് ഇൻകം ടാക്സ് അതോറിറ്റീസ് ആൻഡ് ഇറ്റ്സ് പവേഴ്സ്. ഇൻകം ടാക്സ് അതോറിറ്റീസ് എന്താണെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം. ഇൻകം ടാക്സ് അതോറിറ്റീസ് ആർ ദ ഗവൺമെൻറ് ഒഫീഷ്യൽസ് ആൻഡ് ബോഡീസ് റെസ്പോൺസിബിൾ ഫോർ ഇംപ്ലിമെൻറ്റിംഗ്, അഡ്മിനിസ്ട്രേറ്റിംഗ് ആൻഡ് എൻഫോഴ്സിംഗ് ദി ഇൻകം ടാക്സ് ആക്ട് 1961 in India. They are empowered to assess income and collect taxes, conduct investigations, impose penalties and ensure compliance with the income tax laws. അപ്പോൾ എന്താണ് ഇൻകം ടാക്സ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം.
ഇൻകം ടാക്സ് ആക്ട് 1961 ആക്ട് പ്രകാരം ഡിസൈഡ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് ഓഫീസർമാർക്കും ഫേമുകൾക്കും സൂചിപ്പിക്കുന്നതാണത് ഇൻകം ടാക്സ് അതോറിറ്റീസ് എന്നുകൊണ്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. ഇവർക്ക് ടാക്സ് ഇവാലുവേറ്റ് ചെയ്യുക, ടാക്സ് കളക്ട് ചെയ്യുക, ടാക്സ് ചെക്ക് ചെയ്യുക, അതുപോലെ ടാക്സ് അടയ്ക്കാതെ വരുമ്പോൾ അതിനുള്ള പെനാൽറ്റീസ് അഡോപ്റ്റ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾക്ക് നടത്താൻ അധികാരമുള്ള ഒരു ടീമാണെന്ന് പറഞ്ഞ ഇൻകം ടാക്സ് അതോറിറ്റീസ് എന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഇൻകം ടാക്സ് അതോറിറ്റീസിയുടെ കാറ്റഗറി ഒന്ന് നോക്കാം. അണ്ടർ ദി ഇൻകം ടാക്സ് ആക്ട് 1961 ദേ ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഗ്രൂപ്പ്സ്. ഇൻകം ടാക്സ് അതോറിറ്റീസ് തന്നെ 2 ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പ്സ് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ് എന്ന് പറഞ്ഞാൽ ഭരണ അതോറിറ്റികൾ അല്ലേ. അതിൽ നോക്കാം, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് CBDT അല്ലേ. അതിൻ്റെ റോൾ എന്താണെന്ന് നോക്കാം. ഹയസ്റ്റ് അതോറിറ്റിയാണ്, ഏറ്റവും ഹയസ്റ്റ് അതോറിറ്റിയാണെന്ന് പറയുന്നത് ഇൻകം ടാക്സ് അതോറിറ്റിയിലെ ഹയസ്റ്റ് അതോറിറ്റിയാണ് CBDT എന്ന് പറയുക. ഫ്രെയിംസ് പോളിസീസ് ആൻഡ് ഓവർസീസ് ഇംപ്ലിമെൻറ്റേഷൻസ്. നോക്കുക, ടാക്സ് പോളിസികൾ ഫോർമുലേറ്റ് ചെയ്യാനും ഫ്രെയിം ചെയ്യുവാനും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുവാനും സൂപ്പർവൈസ് ചെയ്യുന്നവരെയാണ് എന്ത് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടാക്സ് നയങ്ങൾ രൂപപ്പെടുത്തുക, അത് നടപ്പാക്കുവാൻ മേൽനോട്ടം വഹിക്കുക, ഇങ്ങനെയുള്ള ഒരു ടീമാണെന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് അതോറിറ്റീസ്. അതായത് CBDT എന്നുകൊണ്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. നെക്സ്റ്റ് സെക്കൻഡ് ഗ്രൂപ്പാണ് അസസിങ് ഓർ എക്സിക്യൂട്ടീവ് അതോറിറ്റീസ് എന്ന് പറഞ്ഞാൽ നടപ്പാക്കുന്ന അതോറിറ്റികൾ അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യുന്ന വിലയിരുത്തുന്ന അതോറിറ്റികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഗ്രൂപ്പിൽ വരുന്നത് പ്രിൻസിപ്പൽ, ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്, ചീഫ് കമ്മീഷണർ ഓഫ് ഇൻകം ടാക്സ്, പ്രിൻസിപ്പൽ കമ്മീഷണർ, അഡീഷണൽ ഓർ ജോയിൻറ്റ് കമ്മീഷണർ, ഡെപ്യൂട്ടി ഓർ അസിസ്റ്റൻറ്റ് കമ്മീഷണർ, ഇൻകം ടാക്സ് ഓഫീസർ ITO എന്നൊക്കെ നമ്മൾ ഷോർട്ടായിട്ട് പറയും. നെക്സ്റ്റ് ടാക്സ് റിക്കവറി ഓഫീസർ TRO. നെക്സ്റ്റ് ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ്. ഇത്രയുമാണ് അസസിങ് ഓർ എക്സിക്യൂട്ടീവ് അതോറിറ്റീസിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് പവേഴ്സ് ഓഫ് ഇൻകം ടാക്സ് അതോറിറ്റീസ്. അത് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് പോയിന്റ്, പവർ ഓഫ് ഡിസ്കവറി ഓർ ഇൻസ്പെക്ഷൻസ്. എന്താ നോക്കാം. അന്വേഷണം നടത്തുവാനുള്ള അല്ലെ ഇൻസ്പെക്ഷൻ അന്വേഷണം നടത്തുവാനുള്ള അധികാരം എന്താണെന്ന് നോക്കാം. അതിൻ്റെ പവേഴ്സ് ആണത്. ഇൻകം ടാക്സ് അതോറിറ്റീസിക്ക് ഫസ്റ്റ് പോയിന്റ്, പവർ ഓഫ് ഡിസ്കവറി ആൻഡ് ഇൻസ്പെക്ഷൻ. സെക്ഷൻ 131. ഇൻകം ടാക്സ് അതോറിറ്റീസിന് ഇൻസ്പെക്ഷൻ നടത്തുവാനുള്ള പവറുണ്ട്. അതിൽ വരുന്ന സെക്ഷൻ 131 ആണ്. അതിൽ വരുന്ന പോയിന്റ്സുകളൊന്ന് നോക്കാം. സമൻ വിറ്റ്നസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം സാക്ഷികളെ സമൻസ് ചെയ്യുക. നെക്സ്റ്റ് എൻഫോഴ്സ് അറ്റൻഡൻസ്, ഹാജരാക്കാൻ വേണ്ടി എന്ത് ചെയ്യാം, നിർദ്ദേശിക്കുക. അതുപോലെ തന്നെ എന്താണ് എൻഫോഴ്സ് അണ്ടർ ഓത്ത്, സത്യപ്രമാണത്തിൽ നമുക്ക് ചോദ്യം ചെയ്യുക. ഇൻസ്പെക്ട് ബുക്സ് ആൻഡ് ഡോക്യുമെൻറ്റ്സ്, ബുക്സിലും ഡോക്യുമെൻറ്റ്സും ഒക്കെ എന്ത് ചെയ്യുക, ഇൻസ്പെക്ട് ചെയ്യുക. ഇത്രയുമാണത് പവർ ഓഫ് ഡിസ്കവറി ആൻഡ് ഇൻസ്പെക്ഷനിൽ വരുന്നത്. സെക്കൻഡ് പോയിന്റ്, പവർ ഓഫ് സർവേ. സെക്ഷൻ 133A. പവർ ഓഫ് സർവേ സർവേ നടത്തൽ എന്നാണ് ഇൻകം ടാക്സ് അതോറിറ്റി മറ്റൊരു പവറാണിത്, സർവേ നടത്തുക. അതിപ്പോൾ ഇതിൻ്റെ സബ് പോയിന്റുകൾ നോക്കാം. വിസിറ്റ് ബിസിനസ് പ്രിമൈസസ്, സ്ഥാപനങ്ങൾ വിസിറ്റ് ചെയ്യുക. വെരിഫൈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെരിഫൈ ചെയ്യുക. കളക്ട് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ഇൻകവുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. ഇതൊക്കെയാണിത് ഇൻകം ടാക്സ് അതോറിറ്റി സർവേ നടത്തുമ്പോഴുള്ള പവർ. തേർഡ് പോയിന്റ്, പവർ ഓഫ് സെർച്ച് ആൻഡ് സീഷർ. സെക്ഷൻ 132. എന്താണ് പറയുന്നത്, നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സെർച്ച് ചെയ്യാം അല്ലെങ്കിൽ സെർച്ച് ചെയ്യും, സീസറിനെ അറസ്റ്റ് ചെയ്യുന്നതും ഇൻകം ടാക്സ് അതോറിറ്റിയുടെ പവറാണെന്ന് പറയാം. സെക്ഷൻ 132 ആണ്. കണ്ടക്ട് റെയ്ഡ്സ്. എന്താണ് റെയ്ഡ്സ് എന്ന് പറഞ്ഞ്, റെയ്ഡുകൾ നടത്താം ഇൻകം ടാക്സ് അതോറിറ്റിയുടെ പവറിൽ പെടുന്നതാണ്. സീസ്
അൺഅക്കൗണ്ടഡ് മണി, പണമോ സ്വത്തോ അല്ലെങ്കിൽ ഡോക്യുമെൻസോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയൊക്കെ എന്ത് ചെയ്യാം, പിടിച്ചെടുക്കാനുള്ള അധികാരമുണ്ട്. നെക്സ്റ്റ് ഫോർത്ത് പോയിന്റ്, പവർ ടു കോൾ ഫോർ ഇൻഫർമേഷൻസ്, വിവരങ്ങൾ ആവശ്യം കോൾ മുഖാന്തരം ഇൻഫർമേഷൻ ആവശ്യപ്പെടാം. സെക്ഷൻ 133, ഡിമാൻഡ് ഡീറ്റെയിൽസ് ഫ്രം ബാങ്ക്സ്, ഫേംസ് ആൻഡ് ഇൻഡിവിജ്വൽസ്, ബാങ്കുകളിൽ നിന്നോ കമ്പനികളിൽ നിന്നോ വ്യക്തികളിൽ നിന്നൊക്കെ എന്ത് ചെയ്യാം, വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽസായി വിവരങ്ങൾ റെക്കോർഡ് ചെയ്യാം. നെക്സ്റ്റ് പോയിന്റ്, ഫിഫ്ത്ത് പോയിന്റ്, പവർ ഓഫ് അസസ്മെൻറ്റ്, സെക്ഷൻ 143, അസസ്മെൻറ്റ് ടാക്സ് റിട്ടേൺസ്, ഇഷ്യൂ ടാക്സ് ഡിമാൻഡ്സ് ആൻഡ് റീഫണ്ട്സ്. ഫിഫ്ത്ത് ടാക്സ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം അല്ലേ, അസസ്മെൻറ്റ് ചെയ്യാം. സെക്ഷൻ 143 ആണ്. അസസ്മെൻറ്റ് ടാക്സ് റിട്ടേൺസ്, റിട്ടേണുകൾ ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇഷ്യൂ ടാക്സ് ഡിമാൻഡ്സ് ആൻഡ് റീഫണ്ട്സ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം, തിരികെ കൊടുക്കാം. അതുപോലെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതൊക്കെയാണെന്ന് പറയുന്നത് ഇഷ്യൂ ടാക്സ് ഡിമാൻഡ്സ് ഓർ റീഫണ്ട്സ് എന്ന് പറയുന്നത്. സിക്സ്ത് പോയിന്റ്, പവർ ടു റെക്ടിഫൈ മിസ്റ്റേക്സ്, സെക്ഷൻ 154, തെറ്റുകൾ മിസ്റ്റേക്കുകൾ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, തിരുത്താൻ സാധിക്കുന്നു. അതെങ്ങനെയാണെന്ന് നോക്കാം. കറക്റ്റ് എറേഴ്സ് ഇൻ അസസ്മെൻറ്റ് ഓർഡർ, നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിലൂടെ ആ മിസ്റ്റേക്കുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ, തിരുത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റ്, സെവൻത് പോയിന്റ്, പവർ ടു ഇമ്പോസ് പെനാൽറ്റീസ്, പിഴ ചുമത്താനുള്ളത് ഇൻകം ടാക്സ് അതോറിറ്റീസിനോട്. സെക്ഷൻ 270A, 271, പെനാൽറ്റീസ് ഫോർ ടാക്സ് ഇവോഷൻ, നോൺ ഫയലിംഗ്, മിസ് റിപ്പോർട്ടിങ്. ഇപ്പോൾ എന്താണ് നമുക്കറിയാം, ഇൻകം ടാക്സിൽ നമുക്ക് എന്ത് ചെയ്യുന്ന ഇൻകം നമുക്ക് മറച്ചു വയ്ക്കുന്ന രീതി അല്ല മറ്റേതെങ്കിലും രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുമ്പോൾ നമുക്ക് പിഴ ചുമത്താനുള്ള അധികാരം കൂടി ഇൻകം ടാക്സ് അതോറിറ്റീസിന് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ടാക്സ് ഇൻകം മുഴുവൻ കാണിക്കാതിരിക്കുക, ഫയൽ ചെയ്യാതിരിക്കുക, റിപ്പോർട്ട് കാണിക്കാതിരിക്കുക, ഇതൊക്കെ ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നതിനുള്ള പെനാൽറ്റീസ് അഡോപ്റ്റ് ചെയ്യാനുള്ള പവർ ആർക്കുണ്ട്, ഇൻകം ടാക്സ് അതോറിറ്റീസിന് ഉണ്ട്. ലാസ്റ്റ് പോയിന്റ്, പവർ ടു റീ ഓപ്പൺ കേസസ്, സെക്ഷൻ 147, കേസുകൾ റീ ഓപ്പൺ പുനഃവിലയിരുത്താനുള്ള അധികാരം ആർക്കാണുള്ളത്, ഇൻകം ടാക്സ് അതോറിറ്റീസിന്. റീ ആക്സസ് ടാക്സ് ഇഫ് ഇൻകം ഈസ് ബിലീവ്ഡ് ടു ഹാവ് എസ്കേപ്ഡ് അസസ്മെൻറ്റ്, നമുക്കറിയാം ഇൻകം കാണിക്കാതെ അത് കണ്ടെത്തിയാൽ ഓൾഡ് റിട്ടേൺസ് വീണ്ടും എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാനുള്ള അധികാരവും ആർക്കാണുള്ളത്, ഇൻകം ടാക്സ് അതോറിറ്റീസിനാണ് ഉള്ളത്. ഈ വീഡിയോ യൂസ്ഫുൾ ആയാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുമല്ലോ. ഓക്കെ, താങ്ക് യു.